സാഹസ്മാൻ രാജാവ് അങ്ങേക്ക് ഒരു സന്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ് വിശേഷം? അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹസൻ രാജകുമാരന് അങ്ങയുടെ പ്രിയപുത്രി റോഷ്നി രാജകുമാരിയെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. മുഹമ്മദ് ഹുസൈൻ, കുമാരിക്ക് വിവാഹപ്രായമായി, ആലോചിക്കാവുന്ന കാര്യമാണ്. ഷാൻഷാ, കുമാരിയുടെ വിവാഹക്കാര്യത്തിൽ അങ്ങ് പെട്ടെന്നൊരു തീരുമാനമെടുക്കരുത്. കാരണം? ഷാൻഷാ, ഇവിടെ നിന്നും കാലിലാൻ ദേശത്തേക്കുള്ള ദൂരം 42 ദിവസമാണ്. അതും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അത്രയും ദൂരം രാജകുമാരിയെ വിവാഹം ചെയ്ത് അയക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേപ്പോലെ സ്നേഹസമ്പന്നനായ ഒരു പിതാവിന് സഹിക്കാൻ സാധ്യമല്ല. ശരിയാണ് മുഹമ്മദ് ഹുസൈൻ. എന്റെ മകളെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ സാധ്യമല്ല. ഈ ബാഗ്ദാദിൽ തന്നെ കുമാരിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. കുമാരിയെ വിവാഹം കഴിക്കാൻ രാജകുടുംബം അല്ലെങ്കിലും അതുപോലെ പ്രശസ്തമായ കുടുംബം ബാഗ്ദാദിലുണ്ട്. മുഹമ്മദ് ഹുസൈൻ, നമുക്ക് മനസ്സിലാകുന്നില്ല. ഷാഹിൻ ഷാ, എന്റെ വാക്കുകൾ അവിവേകമെന്ന് അങ്ങ് കരുതരുത്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ രാജകുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കാൻ എന്റെ മകൻ കമറുദ്ദീൻ സർവദാ യോഗ്യനാണ്. മുഹമ്മദ് ഹുസൈൻ, കുമാരിയുടെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ കമറുദ്ദീനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കമറുദ്ദീൻ ധീരനാണ്. ബാഗ്ദാദ് രാജ്യത്തിലെ കിരീടാവകാശത്തിന് സർവഥാ യോഗ്യനുമാണ്. എന്താ മൗലവി സാഹിബ് ഒന്നും ഉണ്ടാത്തത്? കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹം അങ്ങ് തീരുമാനിക്കാനല്ലേ? വേണ്ട, ഇപ്പോൾ ഒന്നും തീരുമാനിക്കാൻ സമയമായിട്ടില്ല. മുഹമ്മദ് ഹുസൈൻ, ഇന്നുവരെ ഈ രാജ്യം മൗലവി സാഹിബിന്റെ അഭിപ്രായങ്ങൾ ആദരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കമറുദ്ദീന്റെയും കുമാരിയുടെയും വിവാഹത്തെപ്പറ്റി നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താ കുമാരി, എന്താ പറയൂ? എനിക്ക് വിവാഹാലോചന തുടങ്ങി. ആഹാ, അത് നല്ല കാര്യമല്ലേ. അതിനാണ് ഈ പരിഭവം. ഏത് രാജകുമാരനാ വരൻ? രാജകുമാരനല്ല, മന്ത്രികുമാരൻ കമറുദ്ദീൻ. കമറുദ്ദീനെ എനിക്കിഷ്ടമല്ല. ഞാൻ അയാളുടെ കൂടെ ജീവിക്കില്ല. ആലോചന മാത്രമേ ഉള്ളൂ. തീരുമാനിച്ചോ? ആലോചന അങ്ങനെ നടക്കുന്നു. അത് നടക്കില്ല കുമാരി, നടക്കില്ല. കുമാരിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അള്ളാഹു ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കുമാരി അത്ര നല്ലവളാണ്. ഞാൻ രാജാവിനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് മൗലവി സാഹിബ് ഇടയ്ക്ക് ചാടി വീണ് എല്ലാം തകരാറിലാക്കി. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം അടുത്ത മാസം ഞാൻ നടത്തുമായിരുന്നു. നീ മൗലവി സാഹിബിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ മൗലവി സാഹിബ് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ? അഹങ്കാരം. നീയും രാജകുമാരിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിന് കാരണക്കാരൻ മൗലവി സാഹിബായിരിക്കും. മകനെ, നിന്റെ ഓരോ ചുവടുവയ്പും കരുതലുള്ളതായിരിക്കട്ടെ. ബാഗ്ദാദിലെ സിംഹാസനം ഒരു മൗലവി കാരണം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൗലവി മൗലവി നിങ്ങൾക്ക് നമ്മളെ പറ്റി വല്ല വിചാരമുണ്ടോ? നമ്മളോ? അതെ, ഈ വീട്ടിലുള്ളവരെ പറ്റി. നിങ്ങൾ നമ്മളെ കെട്ടിയോനാ, അതറിയോ? കല്യാണം കഴിഞ്ഞ് 2 മക്കളായി. ഇപ്പോഴും നിനക്ക് സംശയമാണോ ഞാൻ നിന്റെ കെട്ടിയോനാണെന്നുള്ള കാര്യത്തിൽ? ആ, 2 കുട്ടികളുണ്ടല്ലോ. ഉണ്ട്. ഒരുത്തൻ അബൂബക്കർ, മറ്റവള് ജേർ. ആ, ഇവളുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അവൾക്കിപ്പോ വയസ്സ് എത്രയായി? അവക്കിപ്പോ 17 കഴിഞ്ഞ് 18 നടപ്പാ. ഓ, നിങ്ങളുടെ ഒരു തമാശ. അവക്കൊരു നിക്കാഹ് കഴിക്കണ്ടേ? എന്റെ പൊന്ന ഐഷ ഉമ്മ, അതിന് സമയവും കാലവും ഒക്കെ ഒന്ന് അടുത്ത് വരണ്ടേ? അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? മുഹമ്മദ് ഹുസൈൻ, നാം ഇന്ന് ദേശം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നു. കമറുദ്ദീനെ സേനാനായകനാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ ഇരിക്കുന്നു എന്നറിയണ്ടേ? ഏതായാലും പ്രച്ഛന്ന വേഷത്തിൽ നമുക്ക് പുറപ്പെടാം. കൽപ്പന പോലെ.
നീ അന്ന് ശ്യാം രാജകുമാരിയെ രക്ഷിച്ച അലാവുദ്ദീൻ. മുഹമ്മദ് ഹുസൈൻ ഉടനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏർപ്പാട് ചെയ്യും. കമറുദ്ദീൻ, രാജ്യത്തിലെ അനീതിയും അക്രമവും അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സേനാധിപന്റെ വാൾ നിങ്ങൾക്ക് എന്തിനാണ്? അലാവുദ്ദീൻ ഒരു സാധാരണ പ്രജ. അവനില്ലായിരുന്നെങ്കിൽ ഈ സിംഹാസനം രക്തം പുരളുമായിരുന്നു. അവിടെ നിന്ന് ക്ഷമിക്കണം ഷാഹൻഷാ. ആ കൊള്ളക്കാരുടെ എല്ലാം തലകൾ കൊണ്ടുവന്ന് ഞാൻ ഈ കാൽക്കൽ ഉരുട്ടിവിടാം. സംസാരത്തിൽ മാത്രം സാമർഥ്യം ഒതുങ്ങരുതും കമറുദ്ദീൻ. നാം അത് പ്രവൃത്തിയിൽ കാണട്ടെ. കൽപ്പന പോലെ ഈ ആജ്ഞ ഞാനിതാ നിറവേറ്റുന്നു ഷാഹൻഷാ. കമറുദ്ദീനും പോകാം. അലാവുദ്ദീനെ, മോനെ അലാവുദ്ദീനെ. ഹക്കിം സാഹിബ്, എന്റെ മോൻ മിണ്ടുന്നില്ലല്ലോ. ഭയപ്പെടാനൊന്നുമില്ല, വെറും ഒരു മയക്കം, വേറെ ഒന്നുമില്ല. രാവിലെ എല്ലാം നേരെയാവും. രാജാവ് തന്നയച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള പാരിതോഷികം 1001 ദീനാർ. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും രാജാവിനെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഖുദാഫീസ്. മോനെ അലാവുദ്ദീനെ, വേദനിക്കുന്ന മോനെ. വല്ലാതെ വേദനിക്കുന്നമ്മ, സഹിക്കാൻ വയ്യ. ഓ,
കിടപ്പിലാക്കാനാ? എന്ത് വേണാവോ? എന്റെ മോന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ എങ്ങനെയെങ്കിലും സുഖമാക്കണം. ഉമ്മ, എനിക്ക് സുഖമായി. അതിന് നീ എന്തിനാ എങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? മര്യാദയ്ക്ക് അവിടെ കിടന്ന് കുറച്ചുറങ്ങ. ഞാൻ കിടന്നോളാം, ഉമ്മ പൊയ്ക്കോളൂ. എന്നെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്താണ് ഉമ്മ? ഞാനിത് ഇവിടെ വെച്ച് മറന്നുപോയി മോനെ. ഇതെന്താ? രാജാവ് നിനക്ക് കൊടുത്തയച്ചതാ 1001 ദിനാർ. നീ എന്താ ഇതുവരെ ഉറങ്ങാതിരുന്നത്? അപ്സരസുകൾ വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എന്താടാ ഈ പറയുന്നത്? അല്ല, അതൊന്നുമില്ല. ഈ വീട് നന്നായിണ്ട്, പക്ഷെ ഇത് അപ്സരസുകളുടെ വീട് പോലെ. ശരി ശരി ശരി, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഉമ്മയാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഹിംറാജ്, ഗുഹയിലെ അത്ഭുത വിളക്ക് എനിക്ക് കിട്ടിയില്ല. അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നീ എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ എനിക്ക് നിവർത്തിയില്ല. മോതിരം നീ നഷ്ടപ്പെടും. മേലാൻ എന്റെ സഹായം നീ തേടരുത്. മോനെ, നിനക്ക് വിശക്കുന്നില്ലേ? വാ, വന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങ. എനിക്കൊന്നും വേണ്ട ഉമ്മ. ഒന്നും കഴിക്കാതെ കിടക്കരുത് മോനെ, എന്തെങ്കിലും ഇത്തിരി. എനിക്ക് വിശക്കുന്നില്ല. ഉമ്മ പോയി കഴിച്ചിട്ട് കിടന്നോളൂ. പൊയ്ക്കോളൂ. ആലംബന. ഷംറൽ അമീർ, എനിക്ക് രാജകുമാരിയെ നേരിട്ട് കാണണം, സംസാരിക്കാം. ഇത് വേണോ? അമീർ, എനിക്ക് രാജകുമാരി ഇഷ്ടമാണ്. അവളെ നേരിട്ട് കാണണം. ഇത് വലിയ കാര്യമാണോ? ഇങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട വേണ്ട, മറ്റെവിടെങ്കിലും മതി. അലാവുദ്ദീൻ, റോഷ്നി, എന്നെ ഇഷ്ടമാണ്.